ഋഷുവിന് പെരുന്നാളിൽ എന്താണെങ്കിലും പൂത്തിരി കത്തിക്കണം കേട്ടോ. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടാന്ന് വിചാരിച്ചു. മോള് ഗ്രൗണ്ട് ക്രൂ ആയതുകൊണ്ട് ഒക്കെ മൈലാഞ്ചി ഇടാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റെൻസിൽ വെച്ചിട്ട് മൈലാഞ്ചി ഇട്ട് തരികയാണ്. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ പെരുന്നാളിന് മൈലാഞ്ചി ഇടാതിരിക്കണത്. പിന്നെ പെരുന്നാളിന് രാവിലെ തന്നെ ഞാൻ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ അരിപ്പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയാണ്. പെരുന്നാളാകുമ്പോഴേക്കാക്ക് പത്തിരിയും ചിക്കൻ കറിയും മസ്റ്റാണ് കേട്ടോ. പിന്നെ മൈലാഞ്ചിയൊക്കെ നല്ലോണം ചോത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. മോള് കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്, ദാണ്ടോളം പെരുന്നാൾ ഡ്രസ്സ്. അങ്ങനെ ഓരോ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. സാരി ഉടുത്തിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ, പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഷ്ടപ്പെട്ട് സാരിയൊക്കെ കൊടുത്തത്. അല്ലാതെ ഞാൻ സാരി ഉടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പെരുന്നാൾ വൈബ് ആസ്വദിക്കുന്ന വീഡിയോ ഒക്കെ സാരി ഉടുത്തിട്ട് തന്നെ എടുത്തു കേട്ടോ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ബിരിയാണി തിന്നാണ് സാരിയൊക്കെ എടുത്തിട്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോണ്ടല്ലോ എൻ്റെ ജ്യേഷ്ഠത്തെയും മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാണ്. പിന്നെ മോളുവിൻ്റെ ബർത്ത്ഡേ ഉണ്ട് ഏപ്രിൽ 3-ന്. അപ്പോൾ ഓൾക്ക് അന്ന് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്ത ഡ്രസ്സ് എത്തിയിട്ടില്ല. അവളെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടേ ഇനി എത്തുള്ളൂ. മോളൂന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് സിറ്റിയിലുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ അവിടെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് മോളിന് വേഗം ഡ്രസ്സൊക്കെ കിട്ടിയിട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു, പെരുന്നാളായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ബില്ലാക്കാനൊക്കെ കുറേ ടൈം വന്നു. നമ്മളെ വ്യൂവേഴ്സിനെയൊക്കെ അവിടെ വെച്ചിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മൾ പോയത് ബിസ്മിൻ്റെ അവിടുത്തെ പാർക്ക് കാട്ടോ. ഋഷു കുറേ സമയം അവിടെ പാർക്കിൽ കളിച്ചു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി.